നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഗോവ രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പി. പ്രാദേശിക കക്ഷികളുടെ സഹായത്തോടെയാണ് ഭരണം നടത്തുന്നത്. എന്നാൽ ഇതിലൊരു കക്ഷി ബി.ജെ.പിക്ക് നൽകിയിരുന്ന പിന്തുണ പിൻവലിച്ചു. മാത്രമല്ല, കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി പ്രഖ്യാപിച്ചു. ഇതോടെ ഗോവയിൽ മത്സരം കനക്കുമെന്നാണ് കരുതുന്നത്. മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലും ചില പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കാം. തങ്ങൾക്കെതിരെ ബി.ജെ.പി. നടത്തിയ ചില നീക്കങ്ങളാണ് എം.ജി.പിയെ ചൊടിപ്പിച്ചത്. ഏപ്രിൽ 23-നാണ് ഗോവയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ഗോവയിൽ ചില നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ഇനി മുതൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. പരീക്കർ മുഖ്യമന്ത്രിയായാൽ മാത്രമേ ബി.ജെ.പിയെ പിന്തുണയ്ക്കുകയുള്ളൂ എന്നാണ് ഗോവയിലെ രണ്ട് പ്രാദേശിക പാർട്ടികളും അറിയിച്ചിരുന്നത്. എന്നാൽ പരീക്കറുടെ മരണശേഷം സഖ്യകക്ഷികളെ കൂടെ നിർത്താൻ ബി.ജെ.പി. പുതിയ ഫോർമുല മുന്നോട്ട് വെച്ചു. എം.ജി.പി., ഗോവ ഫോർവേഡ് പാർട്ടി എന്നീ പാർട്ടികൾക്ക് ഉപമുഖ്യമന്ത്രി പദവി നൽകി. എം.ജി.പിയെ പിളർത്താനും ബി.ജെ.പി. ശ്രമം നടത്തി. ഇതോടെ എം.ജി.പിയുടെ 2 എം.എൽ.എമാർ ബി.ജെ.പിയിൽ ചേർന്നു. 2 എം.എൽ.എമാർ ബി.ജെ.പിയിൽ ചേർന്നതോടെ എം.ജി.പിക്ക് നൽകിയിരുന്ന ഉപമുഖ്യമന്ത്രി പദം ബി.ജെ.പി. പിൻവലിച്ചു. ഇതോടെയാണ് എം.ജി.പിയും ബി.ജെ.പിയും ശത്രുത ഉടലെടുത്തത്. ഇപ്പോൾ എം.ജി.പി. സഖ്യം വിടുകയാണെന്നും പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ ആര് ജയിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും സംസ്ഥാന ഭരണത്തിന്റെ ഭാവി. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.